അടിപൊളി പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷ ഉണ്ടായില്ല. ഋഷഭ് ഷെട്ടി തകർത്തളഞ്ഞു. പിന്നെ ഇതിനെങ്കിലും നാഷണൽ അവാർഡ് കൊടുത്താൽ മതിയായിരുന്നു. ഓ ഇത് ഡിഫറെൻറ്റാ. ഫസ്റ്റ് കണ്ടതിന് ഡിഫറെൻറ്റാ. ഇത് എപ്പിക്ക് സാധനമാണ്. സിനിമോഗ്രാഫി ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നിങ്ങൾ കൊടുക്കണ പൈസക്ക് വർത്താ. അതുപോലെ ജയറാമേട്ടൻ പെർഫോമൻസ് കൊള്ളാം, എല്ലാം കൊള്ളാം, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൈയടിക്കുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ആ കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. അവർ പ്രതീക്ഷിച്ച പോലെ എത്തിയോ? ഋഷഭ് ഷെട്ടിയുടെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ജയറാമേട്ടനാണെങ്കിലോ? കുഴപ്പമില്ല. അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ എത്തിയ പടം. പിന്നെ അടിപൊളി പടം. ജയറാമേട്ടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. നല്ലൊരു ക്യാരക്ടറെ കിട്ടി. സിനിമ നല്ല പടമായിരുന്നു. നല്ല പടം, ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രകടനം സൂപ്പർ. ജയറാമേട്ടൻ അടിപൊളിയായി. മൊത്തത്തിൽ ഓക്കെ. സൂപ്പറാണ്, അടിപൊളിയാണ്. സൂപ്പറായിട്ട് വന്നു, തിരക്ക് കുറവായിരുന്നു. എന്നാലും പടം കൊള്ളായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായി. നമ്മുടെ ജയറാമേട്ടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്. സൂപ്പർ നന്നായിട്ടുണ്ട്. ജയറാമേട്ടനൊക്കെ സൂപ്പർ, ഒന്നും പറയില്ല. ജയറാം നല്ലൊരു വേഷം. ഓ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിൽ. അടിപൊളിയാ, കൊള്ളാം. ഓ അടിപൊളി, കിടിലം മേക്കിങ്ങും. സൂപ്പർ. ഒരു എന്താ പറയുക, കുറെ കാലത്തിന് ശേഷം നല്ലൊരു റോള് കിട്ടിയത്. നല്ല റോളാണ്, എല്ലാം കിടിലാണ്. അടിപൊളി. ഫസ്റ്റ് പോലെ തന്നെ ആ ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട്, നന്നായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ പൊളിയായിരുന്നു. പീക്ക് ലെവലാണ്, നല്ല അടിപൊളി പടം വരുന്നത്. ജയറാമേട്ടൻ പൊളിച്ച്. നല്ല അടിപൊളി പടം ഇറങ്ങിയ. അടിപൊളിയാ. ദേശം കത്തിയുണ്ട്. അടിപൊളിയാ. ഫസ്റ്റിനെക്കാട്ടും അടിപൊളിയാ. സെക്കൻഡ് ഓ തകർത്ത്. ഒക്കെ അടിപൊളിയാ, ഉള്ള അടിപൊളിയാ. പിന്നെ മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒക്കെ അടിപൊളിയാ, ഒന്നും പറയാല്ല. തിയേറ്ററിൽ വാച്ച് തന്നെയാണ് പടം. ഓ ശരിയാ, എല്ലാവരും വന്ന് കാണണം. ആയിക്കോട്ടെ.